Hey guys, welcome back. It's me Shaz. February 29th ശേഷം നിങ്ങൾക്ക് Paytm ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്. എനിക്ക് പേഴ്സണലായും അല്ലാതെയൊക്കെ ഒരുപാട് പേര് അതിനെക്കുറിച്ച് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട്. അതായത് 29ന് ശേഷം Paytm ആപ്ലിക്കേഷനിൽ ഒന്നും തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ Paytm ആപ്ലിക്കേഷനിലെ ചില കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത്, അങ്ങനെ ഒരുപാട് ഡൗട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഈ ഒരു ഡൗട്ട് മൊത്തമായിട്ട് ഞാൻ തീർത്തുതരാം. വളരെ സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ Paytm ആപ്ലിക്കേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് കാര്യം ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് Paytm ആപ്ലിക്കേഷന് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ചെറിയ രീതിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഒട്ടുലാക്കുന്നില്ല, വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുപോലത്തെ കിടിലും കണ്ടന്റിന് വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കനും ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് പോവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ടൊരു കാര്യം പറയാം, നമ്മുടെ Paytm ആപ്ലിക്കേഷൻ മുഴുവനായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലോട്ട് പോകുന്നില്ല. അതായത് Paytm ആപ്ലിക്കേഷനിലെ വളരെ ചില കാര്യങ്ങൾ മാത്രമേ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതായിട്ടുള്ളൂ. അതായത് Paytmൽ നമ്മൾക്ക് അവർ അവൈലബിൾ ആക്കി തന്നിരിക്കുന്ന Paytm ബാങ്ക് എന്ന് പറയുന്ന സർവീസും അതുപോലെ തന്നെ Paytmലെ നമ്മൾ ഉപയോഗിക്കുന്ന വാലറ്റും, ആ ഒരു രണ്ട് ഓപ്ഷനും February 29ന് ശേഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഒരുപാട് ദിവസം മുമ്പ് ഇവർ നോട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്തിനാണെന്ന് വെച്ചാൽ Paytm ആപ്ലിക്കേഷനിലെ വാലറ്റിലോ അല്ലെങ്കിൽ Paytm ബാങ്കിലോ നിങ്ങളുടെ ബാലൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ വേറെ അക്കൗണ്ടിലോട്ട് മാറ്റാനുള്ള സമയമാണ് അവർ ഇത്ര ദിവസം തന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ Paytm ബാങ്കും വാലറ്റും നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ RBI കുറച്ച് ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് മുഖേന കുറച്ച് കാര്യങ്ങൾ Paytmന് റെസ്ട്രിക്ഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് Paytm വാലറ്റും അതുപോലെ തന്നെ ബാങ്കും നമ്മൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റാത്തത്. എന്താണ് ആ റെസ്ട്രിക്ഷൻ എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നില്ല. ജസ്റ്റ് ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മൾക്ക് Paytm ബാങ്കും അതുപോലെ തന്നെ വാലറ്റ് ഉപയോഗിക്കാനായിട്ട് പറ്റാത്തത്. അതുപോലെ തന്നെ കുറച്ച് സർവീസ് കൂടെ ഇതിനോടൊപ്പം തന്നെ അവർ എടുത്ത് കളയുന്നുണ്ട്, നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അതുള്ള കാര്യങ്ങളൊക്കെ Paytm ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പിലായിട്ട് നോട്ടിഫൈയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സ്ക്രീനിൻ്റെ സൈഡിലായിട്ട് കാണിക്കുന്നുണ്ടാകും. അതായത് Paytm ഉപയോഗിക്കുന്ന എല്ലാ യൂസേഴ്സിനും ഇവർ നോട്ടിഫിക്കേഷൻ തരുന്നുണ്ട്. നമ്മുടെ Paytm ആപ്ലിക്കേഷൻ ഇനിയും മുമ്പോട്ട് ഒരുപോലെ തന്നെ വർക്ക് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ അവർ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു ഓൺ റിസ്കിൽ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ മറ്റൊക്കെ ഉപയോഗിക്കാം. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. അതായത് Paytm ആപ്ലിക്കേഷൻ വർക്കാവും, പക്ഷേ നമ്മളുടെ ചില കാര്യങ്ങൾ നമ്മൾ മുൻപ് ഉപയോഗിച്ചിരുന്ന Paytmൽ നമ്മൾക്ക് അവൈലബിൾ ആയിരുന്ന ചില സർവീസും കാര്യങ്ങളും ഇനി മുതൽ നമ്മൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അതുപോലത്തെ കിടിലൻ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവരിക്കും. ബൈ ഗൈസ്.